എൻ്റെ പൊന്ന് റാമ, ഉഷപൂജ കഴിഞ്ഞാലേ അവളിങ്ങോട്ട് കെട്ടിയെടുക്കും. എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ. നിനക്ക് എന്ത് പണിയാടാ? ആ ഷാപ്പിൽ പോയി കണ്ണു പിടിക്കാനല്ലേ, അല്ലെങ്കിൽ പിള്ളേരോട് നേരം കളിക്കാൻ. നീ പോകണ്ട. ഞാനൊരു കാര്യം അറിയാൻ മേലാണ്ട് ചോദിക്കും, തല്ല് മേടിച്ച് തരുമോ? ആശാൻ, ഹലോ ആശാനെ. ഞാനാ? താങ്ക് യു ആശാനെ, താങ്ക് യു താങ്ക് യു. ഉറപ്പായിട്ട് വരും. എന്താടാ? കമ്മിങ് സൂൺ. ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അച്ഛനിപ്പോ പോണോ? ചേട്ടനിപ്പോ ഇങ്ങ് വരും. പഞ്ചായത്ത് വരെ പോയത്. ആയിക്കോട്ടെ, വരട്ടെ വരട്ടെ. ഉണ്ണാൻ വരാൻ സമയമായിട്ടുണ്ട്. ആ ദേ ചേട്ടൻ വന്നു. അച്ഛനെപ്പോ വന്നു? കുറച്ചു നേരം ആയടാ. ഞാൻ ആ ചെറുള്ളിക്കാവ് അമ്പലത്തിലെ കമ്മിറ്റിക്ക് വന്നു. കൂട്ടത്തിൽ ജാനു മോളെ കൂടി ഒന്ന് കാണാമെന്ന് കരുതി. അയ്യോ, അവള് ക്ലാസ്സിൽ പോയല്ലോ അച്ഛാ, വരാൻ വൈകും. വരട്ടെ. എടി ഉഷേ, അച്ഛന് കഴിക്കാൻ കൊടുത്തായിരുന്നു? കൊടുത്തു ഇപ്പൊ കഴിച്ചതേ. പിന്നെ ഞാനേക്ക് ആലോചനകൾ വരുന്നുണ്ട് അച്ഛാ. പക്ഷെ ഒരു കാര്യം, ഞാനൊരു സമുദായ നേതാവായതുകൊണ്ട് കൂടി പറയുക, നമ്മുടെ മക്കളെ കെട്ടിക്കുമ്പോൾ നിലയും വിലയും മാത്രം നോക്കിയാൽ പോരാ. അവരുടെ മനസ്സറിയുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വരനെ വേണം കണ്ടെത്താൻ. അത് മറക്കരുത്. നീ ഇങ്ങനെ ഫോണിൽ കുത്തിയിരുന്നോ? എക്സാമാ വരുന്നേ. ലക്ഷ്മി, എന്നാടി ഇവിടെ വെച്ച വട്ടയപ്പോ. അപ്പൊ എനിക്കില്ലേ? നിനക്കെടുത്ത് തിന്നരുതോ? എങ്ങനെയുണ്ടടി അമ്മയുടെ കാലുവേദന? അതങ്ങനൊക്കെ തന്നെ. ഞാനേ കുറച്ച് വട്ടയപ്പം തന്നുവിടാ, അവർക്ക് കൊണ്ട് കൊടുക്കും. ജാനേച്ചി, ഇതത് തന്നെ. ഏത്? അല്ലെങ്കിൽ പിന്നെ ജാനേച്ചി പോകുന്നിടത്തെല്ലാം പുറകെ വരാനും കൂടെ നടക്കാനും മെസ്സേജിക്കാനും കാണുമ്പോൾ ചിരിക്കാനും എനിക്ക് ഉറപ്പാ. ലാസ്റ്റ് പുള്ളി വന്ന് പറയും, ജാനകി എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. അയ്യടാ, അല്ലേ കണ്ടു. പക്ഷെ പുള്ളി നൈസാ. ആ കൂടെ നടക്കുന്നതന്നെ കണ്ടാ അറിയാം അവൻ ആള് ഞാനും വരാന്ന്. പക്ഷെ ചേച്ചി ആ പുള്ളി വിടണ്ട കേട്ടോ. ലക്ഷ്മി എന്തോ നാടി തള്ളക്കൊണ്ട് കൊടുക്ക. നീ ഇവിടെ കറങ്ങി നിൽക്കാണ്ട് വീട്ടിലോട്ട് ചെല്ലടി, അമ്മ തിരക്കുന്നുണ്ടാവും. ഹലോ പ്രിയമുള്ള സ്വതന്ത്രമുക്ക് നിവാസികളെ, മന്മഥൻ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള 57ാമത് വെള്ളത്തിൽ മുങ്ങിക്കിടപ്പ് മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ വിജയ ബാബുവിനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. ഹലോ ഹലോ, എന്റെ പ്രിയപ്പെട്ടവരെ, മന്മഥൻ മെമ്മോറിയൽ ട്രോഫിയുടെ വെള്ളത്തിൽ മുങ്ങിക്കിടപ്പ് മത്സരത്തിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കാളിയാവും. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി. ആ സന്തോഷത്താൽ അകാലത്തിൽ നമ്മെ വിട്ടു പിരിഞ്ഞ മന്മഥന്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന 57ാമത് മന്മഥൻ മെമ്മോറിയൽ ട്രോഫിയുടെ വെള്ളത്തിൽ മുങ്ങിക്കിടപ്പ് മത്സരം ഞാനിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. താങ്ക് യു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. മന്മഥൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള വെള്ളത്തിൽ മുങ്ങി മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുന്നതാണ്. മത്സരാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള നമ്പറുകൾ കൈപ്പറ്റേണ്ടതാണ്. ഈ അഖില കേരള മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് ലഭിക്കുന്നത് മന്മഥൻ മെമ്മോറിയൽ എവർ റോളിംഗ് അലൂമിനിയം ട്രോഫിയും 101 രൂപയുമാണ്. കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന നിരവധി കായിക താരങ്ങൾ എല്ലാവരെയും ഈ ഒരു പ്രദേശത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി കായലിലെ കഠിന പരിശീലനത്തിന് ശേഷം മന്മഥൻ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി കുറി തങ്ങളുടെ തട്ടകത്തിലേക്ക് എത്തിക്കുവാൻ എത്തിയിരിക്കുന്ന എല്ലാ കായിക താരങ്ങളെയും ഈ കായിക മാമാങ്കം പോര് നടക്കുന്നിടത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മത്സരങ്ങൾ ഉടൻ ആരംഭിക്കുന്നു.
മന്മഥൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള വെള്ളത്തിൽ മുങ്ങി മത്സരം അവസാനിച്ചാൽ ഉടൻ തന്നെ സാറാമ്മ മെമ്മോറിയൽ പിണ്ടുകയറ്റ മത്സരം ആരംഭിക്കുന്നതാണ്. സാറാമ്മ മെമ്മോറിയൽ പിണ്ടുകയറ്റ മത്സരത്തിൽ വിജയിയാകുന്നവരെ കാത്തിരിക്കുന്നത് അലോഷ്യസ് ആൻഡ് ഗ്രിഗറി ഫ്രം USA നൽകുന്ന 51 രൂപ ക്യാഷ് പ്രൈസാണ്. മത്സരങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അപ്പൂസ് പപ്പടം, കിങ്ങിണി അച്ചാറുകൾ, ഇതാണ്ട് പഴയ കാട്ടാവൂസി. നിങ്ങൾ എന്തിനാ എണ്ണയിലോട് തേക്കുന്നത്? നല്ല ഒഴുക്കുള്ള സ്ഥലമാ, സൂക്ഷിച്ചോണം. എടാ ഞാനും എൻ്റെ അപ്പന്മാരും കൂടി. ഏതപ്പന്മാര്? ഓ ഞാനും എൻ്റെ അപ്പനും കൂടി ഇവിടെ മുങ്ങിയിട്ട് ഞാൻ പോയി പൊങ്ങിയത് വേമ്പനാട്ട് കായലിൽ. അപ്പൊ അപ്പനോ? അപ്പനെ ഞങ്ങൾ 3-ാം പക്കം അറബിക്കള്ളിന്നാ പൊക്കി. ആക്കല്ലേ ഓ വർക്ക് ആക്കല്ലേ. 57ാമത് മന്മഥൻ ട്രോഫിക്ക് വേണ്ടിയുള്ള വാശിയേറിയ മുങ്ങൽ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം വർക്കിച്ചനും കുട്ടപ്പായും മുങ്ങി മരിക്കുന്നതാണ്, മുങ്ങി മത്സരിക്കുന്നതാണ്. മുങ്ങിയാൽ പൊങ്ങുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഒഴുക്കുള്ള നദിയിൽ ഒഴുകാതെ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള വർക്കിച്ചനും തോട്ടിൽ മുങ്ങിയാൽ ആറ്റിൽ പോകുന്ന കരുത്തനായ ജയിക്കുമെന്നുള്ളത് സ്വതന്ത്രമുഖിന്റെ മനഹൃദയം കീഴടക്കുവാൻ കഴിവുള്ളത് വർക്കിച്ചനാണോ കുട്ടപ്പയാണോ നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം തീരുമാനിക്കാം. മുങ്ങൽ മത്സരം തീരുന്നതുവരെ കമ്മിറ്റിക്കാരും അറിയിക്കുകയാണ്. എന്ത് വർക്കിച്ചേ മുങ്ങാൻ പോവാ? മത്സരത്തിലുള്ള മുങ്ങൽ മത്സരത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നിരിക്കുന്നു. പ്രത്യേക അറിയിപ്പുണ്ട്. ഇവരെ പൊക്കിയെടുക്കാനുള്ള ഫയർ എഞ്ചിൻ ടീമുകൾ ഇവിടെ എത്താത്തത് കൊണ്ട് ചുമ്മാ മനുഷ്യരെ മെനക്കെടുത്താൻ. ഈ മന്മഥനില്ലേ ഇവന് ശരിക്കും അടിച്ചു വന്നത്, അല്ലാതെ അവാർഡ് കിട്ടാത്ത വെപ്രാളത്തിനൊന്നും അറ്റാക്കി വന്നത്. അടിച്ചു കൊള്ളണം. പിന്നല്ലാതെ പ്രിയ സുഹൃത്തുക്കളെ, വാശിയേറിയ മത്സരത്തിൽ വർക്കിച്ചാൻ വിജയിച്ചിരിക്കുന്നു. വർക്ക് പോയെന്നാ തോന്നുന്നത്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് എനിക്ക് ജില്ലാ കമ്മിറ്റി വർക്ക് പോകും പറഞ്ഞാൽ മതി, ഞാൻ വരാം. അതിരിച്ചോളാം, നമുക്ക് വേണ്ടത് ഇതെല്ലാം ചെയ്യാം. ഓക്കെ സുനിലേട്ടൻ ഇപ്പൊ എന്തെടുക്കുവാ? എന്ത് വേണേലും എടുക്കാം. ചിരിക്കല്ലേ, ഒരു കടി വെച്ചിരിഞ്ഞ്. ഞാനിപ്പോൾ അങ്ങോട്ട് വരട്ടെ പൊന്നെ. വന്നിട്ടെന്താ? വന്നിട്ട് നമുക്ക് ഞാൻ പറയട്ടെ കൊച്ചു കള്ളി. എടി ലക്ഷ്മി, എടി എന്തെല്ലാം പണിയാടി വീട്ടിൽ കിടക്കുന്നത്? തുണിയെല്ലാം പെറുക്കി വെച്ചിട്ടുണ്ട്, മടക്കി വെച്ചേക്കണം. ഓ ഞാൻ ഇട്ടോളാം. ചേച്ചി എന്താടി? ഒന്നും പറയണ്ടേ ചേച്ചി. എന്താടി രമേ? ലക്ഷ്മി. എന്താ ചേച്ചി? മോളെ ജാനകി ലക്ഷ്മി വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ല. എന്താ രമേച്ചി? എന്റെ ദൈവം, എന്താടി കാര്യം? അവള് രാവിലെ സിനിമയ്ക്ക് പോവാന്നും പറഞ്ഞ് കൂട്ടുകാരും ഒത്തു പോയതാ. ഇതുവരെ വന്നില്ല. വിളിച്ചിട്ടിട്ട് കിട്ടുന്നില്ല. പോയാവോ? ഓ അതാണോ കാര്യം? അത് അവള് കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോയതായിരിക്കും. കുറച്ച് കഴിയുമ്പോ എത്തും. അവിടെ കൂടെ നടക്കുന്ന ആ ദേവിയെ എന്ന് പറയുന്ന കൊച്ചിനെ വിളിച്ച് ഞാൻ ചോദിച്ചതാ. ഇന്നവരാ സിനിമയ്ക്ക് പോയിട്ടേ ഇല്ലെന്നാ പറയുന്നത്. എവിടെ ചെന്ന് തപ്പാനാ ഞാനിനി? എന്റെ ദൈവമേ, എനിക്ക് വിളിക്കടി മോളെ. എങ്ങനെ സഹിക്കും ചേച്ചി ഞാൻ? നീ ടെൻഷൻ അടിക്കാതടി. കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. 2 ദിവസം കിട്ടുന്നില്ലല്ലോ. ഒന്നുകൂടെ നോക്കും മോളെ. എനിക്കങ്ങ് പേടിയാ ചേച്ചി. കാലം കെട്ട കാലമല്ലേ. എന്നെ മോളെ, എന്നടി എന്നെ മോളെ, എന്തോ മോളെ, അയ്യോ എന്റെ ദൈവമേ, ഞാൻ എന്തോ കാണുന്നേ. എനിക്ക് വയ്യ ചേച്ചി. നീ വിഷമിക്കണ്ടി. ഇതിലും വലുതെന്തോ വരാനിരുന്നു. ഇങ്ങനെ അങ്ങ് പോയല്ലോ അത്. ചേച്ചി വല്ലതും അറിഞ്ഞോ ചേച്ചിട്ടാ? ഓ പറ്റുന്നിടത്തെല്ലാം നമ്മൾ അന്വേഷിച്ചു. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും മാർഗം കണ്ടെത്താതിരിക്കത്തില്ല.
രമ വിഷമിക്കാതെ നമുക്ക് വഴിയുണ്ട്. അവളിതെവിടാണോ? ഒരു ബസ് ഡ്രൈവറാ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ അന്വേഷിച്ച. അല്ലേലും നമ്മൾ ഇവർക്ക് ചേരുന്ന ആരെങ്കിലും കണ്ടെത്തിയാലും അവർക്കത് മോശമാ. അവരെ വിളിച്ചിട്ട് കിട്ടിയായിരുന്നു അച്ഛാ? എവിടുന്ന്? സ്വിച്ച് ഓഫാ. എൻ്റെ ദൈവമേ, ഇതെവിടെ പോയി? എൻ്റെ പൊന്നു രമ വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും മാർഗം കണ്ടെത്താം. വേണ്ടേട്ടാ, ഇത്രയും നാളും പോറ്റി വളർത്തി എന്നെക്കാട്ടിലും വലുത് ഇന്നലെ ഫോണിൽ കണ്ടവനാണെങ്കിൽ അവളൊക്കെ പോട്ടെ. എനിക്കൊരു കാര്യം ഉറപ്പാ, ഇവറ്റകളെ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിന് കൂടെ എനിക്കുണ്ടാകുകയില്ല. ഞാൻ പോട്ടെ ചേച്ചി. സ്വരൻ അടിപൊളി പടമായിരുന്നില്ലടാ. എന്നെ പെർഫോമൻസ് എനിക്കത്ര സുഖം തോന്നില്ല. പോടാ, അടിപൊളി പടമായിരുന്നു. അതല്ല പറഞ്ഞത്, പിന്നെ എന്താ വയറിന് അത്ര സുഖം തോന്നില്ലെന്ന്. എന്താടാ വയറിന് അത്ര സുഖം തോന്നില്ലെന്ന്. നീ നിന്റെ സഞ്ചി പഞ്ചായത്ത് ഇത് പുറകോട്ടിരിക്കും, ഞാൻ എടുത്തോളാം വണ്ടി. കാലകത്തിയ കളം മാറും. എടാ എനിക്ക് വീട്ടിൽ പോയിട്ട് മാറിയില്ലടാ. പറ്റൂല. എന്താ ആരുമില്ല, നീ പുറകോട്ടിരിക്കും. എടാ KJP-യുടെ യൂണിറ്റ് സെക്രട്ടറി KJP-ന്റെ കാട്ടിലോട്ട് പോയി ഉണ്ടാക്കി ഞാൻ അവിടെ നിൽക്കാം. സ്റ്റാൻഡ് പോയി കിടക്കുന്നു. ബുദ്ധിമുട്ടായിട്ട്. അയ്യോ അമ്മേ. വരുന്ന ഒരു കമ്പനിക്ക് പതുക്കെ പെട്ടെന്ന് പറഞ്ഞേ. പിടിക്കണവനെ. എന്നാണ് ഇവിടെ പരിപാടി? തൂറാൻ വന്ന ചേട്ടാ. പിന്നെ തൂറിക്കാണ്. ഗോതമ്പ് 50, പരിപ്പ് 50, ഉഴുന്ന് 40, ഉള്ളി 15, സവാള 10, എണ്ണ 50, മുളക് പൊടി 200, അരി 10, അവൽ 25 ചാക്ക്. അവല് 25 ചാക്ക്. എന്റെ ശിശുപാലകർക്ക് നിന്റെ അച്ഛൻ വിറ്റ് തീർക്കോളാ. അടിയൻ സഹോദരൻ. നീ ഇത് കണ്ടോ? നിങ്ങൾക്ക് എന്ത് പറ്റണ? നിനക്ക് ഓർമ്മയില്ലല്ലേ, ഇന്നലെ രാത്രി അത്തണ്ടികൾക്ക് എന്നെ ഇട്ട് കൊടുത്തിട്ട് നീ ഇവിടെ വന്ന് പൂജ്യം പെട്ട് നിൽക്കുകയാണല്ലേ. ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ ഇങ്ങനെ വന്ന് നിൽക്കോടാ മോനെ. ഒന്ന് വേഗം ഇറങ്ങടി, എത്ര നേരമായി. നിന്റെ തന്ത ഇങ്ങോട്ട് വരട്ടെ, ഞാൻ രണ്ടെണ്ണം പറയുന്നുണ്ട്. അങ്ങനെ ഒറ്റ ഒരുത്തനെ നിന്നെ ഇത്രയാക്കുന്നത്. കേൾക്കത്തില്ലെന്ന് പറഞ്ഞ എന്താ ചെയ്യാനാ? നിന്നോടൊരു 100 വട്ടം പറഞ്ഞതാ നേരത്തെ ഒരുങ്ങണോന്ന്. സ്കൂളിൽ പോകുന്നതാ, രാവിലെ തൊട്ടുള്ള ഒരുക്കം അവളുടെ. അതെങ്ങനാ? എത്ര ഒരുങ്ങിയാലും ഒക്കെ തീരത്തില്ലല്ലോ എന്റെ സമയം കളയാൻ വേണ്ടിയിട്ട്. ഈശ്വര, എനിക്കിന്ന് പണിക്ക് കയറാൻ പറ്റുമെന്ന് ആർക്കറിയാം. എന്നും ഇവളെ കൊണ്ട് ഇതൊക്കെ തന്നെയാണല്ലോ ഈശ്വര. എന്താ സിന്ധു ചേച്ചി, രാവിലെ തന്നെ തുടങ്ങിയോ രണ്ടുപേരും? ഇതാര് ജാനുമോളോ? എന്ത് ചെയ്യാനാ മോളെ, ഇവളെ കൊണ്ട് തോറ്റു. അതെങ്ങനെ? എത്ര ഒരുങ്ങിയാലും അവക്ക് തീരത്തില്ലല്ലോ, വെറുതെ മനുഷ്യനെ സമയം കളയാൻ വേണ്ടിയിട്ട്. മോളെ നീ ഇതൊന്ന് കേൾക്കണം. ഇവക്ക് മാത്സ് ക്ലാസ്സിന് മാർക്ക് കുറവാണെന്ന് വെച്ച് ചക്കെങ്കിലെ ജീവൻ സാറിന്റെ അടുത്ത് ഞാൻ ട്യൂഷനാക്കി. 25,000 രൂപയാണ് ഫീസ്. അവൾ ഇന്ന് പോയാൽ നാളെ പോകത്തില്ല. ഇവക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ല. ഇങ്ങനെ അണിഞ്ഞൊരുക്കി നടന്നാ പോരെ? എന്റെ ചേച്ചി, അതിനാണോ അവളിങ്ങനെ വഴക്ക് പറയുന്നത്? അവള് മിടുക്കിയല്ലേ അല്ലേടാ? മിടുക്ക് കൂടിപ്പോയത് കൊണ്ട് അവക്ക് ഇത്ര അഹങ്കാരം. വീട്ടിലെ ബുദ്ധിമുട്ട് വല്ല അറിയണം. ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചാ അവളെ പഠിപ്പിക്കുന്നത്. ഒരു ചിന്തയില്ല, ഒരു ഉത്തരവാദിത്വം ഇല്ല. മനുഷ്യനെ കഷ്ടപ്പെടുത്താൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരെണ്ണം വന്നേക്കുന്നു. മോളെ, നിന്റെ ജോലിക്കാരൊക്കെ എന്തായി? നോക്കുന്നുണ്ട് ചേച്ചി, എക്സാം ഒക്കെ എഴുതുന്നുണ്ട്. എഴുതി നോക്ക്, ചിലപ്പോ കിട്ടുമായിരിക്കും. ഇതിനായിരുന്നു. വാ അമ്മ ഇങ്ങോട്ട്. ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും
ജനസാഗരങ്ങളടിയേ. ഓ കൊണ്ടുപോവാ, വിശക്കുന്നത്. ഇത്ര നേരമായി ആ പാർട്ടി ഹൗസിൽ അങ്ങനെ ഇരുന്നാൽ മതി, നമ്മൾ അടിച്ചോണ്ടിരിക്കായിരുന്നു. ഓ മരണകളിരമ്പൂ ഇവിടെ ജനക്കോ. ആ കൊണ്ടുവാ. അയ്യോ ദേ മനുഷ്യ, മര്യാദയ്ക്ക് അവൾ അവിടെ ഇരിപ്പുണ്ട്. ആ സമയത്ത് എന്ന് പറഞ്ഞോണം. അല്ലാതെ പുന്നാര മോളാന്ന് പറഞ്ഞേ മിണ്ടാതിരിക്കരുത്. അവിടെ ചെന്ന് ഇപ്പൊ പറ, അവൾ അവിടെ ഇരിപ്പുണ്ട്. ആദ്യം നിന്റെ ഈ വായ നടക്കാവും. ഈ രസം മൊത്തം തുപ്പല, കഴിക്കാനും സമ്മതിക്കത്തില്ല. ഇപ്പോഴാണേലേ നൈസായിട്ട് അങ്ങ് പറയാം. എന്താ ചെയ്യാന്ന് പറഞ്ഞു. ആ മോളെ ജാനകി, എന്താ പരിപാടി? ഒന്നുമില്ല അച്ഛാ, ഞാൻ വെറുതെ ഫോണിലിങ്ങനെ. അച്ഛനതല്ല ചോദിച്ചേ, എന്താ മോൻ്റെ ഭാവി പരിപാടി? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കാണല്ലോ. എന്തുവാടി നീ പറഞ്ഞേ? നിന്റെ മൂക്കി പല്ലി വന്നിട്ട് കെട്ടിക്കൊള്ളാവുന്നോ? എൻ്റെ അമ്മ എനിക്ക് ഇത്തിരി മനസ്സമാധാനം തരാവോ? എപ്പോൾ നോക്കിയാലും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ എന്ത് സമാധാനക്കുറവാടി നിനക്കുള്ളത്? ഒറ്റ മോളാന്ന് വിചാരിച്ച് ഓ പറയുന്നെല്ലാം സാധിച്ചു തരുന്നില്ലേ? ഒന്നും മിണ്ടാതിരടി. മോളെ ജാനകി, അച്ഛനും അമ്മയ്ക്കും പ്രായമായി വരിക. അതുകൊണ്ട് തന്നെ കുറച്ച് പിടിവാശികളുണ്ടാവും. നിന്റെ കാര്യത്തിൽ അത് കുറച്ച് കൂടും. നീ ജോലി മേടിക്കുകയോ പഠിക്കുകയോ എന്തു വേണേലും ചെയ്തു. ഇതൊക്കെ അംഗീകരിക്കുന്ന ഒരാളെ നീ തന്നെ കണ്ടെത്തിക്കോ. പക്ഷെ ഇതിന്റെ പേരിൽ ഇനിയൊരു ചർച്ച ഈ വീട്ടിലില്ല. ഇതോടെ തീർന്നു. ബാക്കിയുടെ ചോറുണ്ടിട്ട് പോയേട്ടാ. അതിനാര് പോന്ന്? ഞാൻ 2 പപ്പടം കൂടെ എടുത്തിട്ട് വരാം. ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? അതല്ല, ഞാൻ പറയുന്നൊന്ന് കേൾക്കാനോ മനസ്സിലാക്കാനോ അവർ ശ്രമിക്കുന്നില്ല. ഇവിടെ നാട്ടിലൊരാൾക്ക് കല്യാണം കഴിഞ്ഞാൽ മതി, പിന്നെ അതും പറഞ്ഞായിരിക്കും എനിക്ക് കല്യാണാലോചന വരുന്നത്. എനിക്ക് മടുത്തു. അല്ലടി, നിന്റെ മാത്രമല്ല, എല്ലാവരുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ. നീ പറഞ്ഞിട്ടില്ലേ ഒരു രാമനെ പറ്റി? പുള്ളി നിനക്ക് ഓക്കെ ആണെങ്കിൽ നീ സംസാരിച്ചോ. ശരി, ഞാൻ പിന്നെ വിളിക്കാം.